അനന്തമായ സാധ്യതകളുള്ള മേഖലയാണ് സിനിമയെന്നും ക്ലാസിക് ചിത്രങ്ങളുടെ കാഴ്ചകൾ വ്യത്യസ്തമായ ദേശക്കാഴ്ചകളിലേക്കും സംസ്കാരങ്ങളിലേക്കുമുള്ള യാത്രയാണെന്നും സംവിധായകൻ ജിതിൻ രാജ് അഭിപ്രായപ്പെട്ടു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭ, ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചലച്ചിത്രാസ്വാദന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് KR വിജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി PK ഭരതൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് ജയ്ഫിൻ ഫ്രാൻസിസ്, ഡോക്ടർ മോഹനകൃഷ്ണൻ, രാധാകൃഷ്ണൻ വെട്ടത്ത്, MR സനോജ് മാസ്റ്റർ, പ്രധാന അധ്യാപിക സിസ്റ്റർ സുദീപ, അധ്യാപകരായ PA ആൻസി, ലിജോ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഇറാനിയൻ ചിത്രമായ ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഡോക്യുമെന്ററികളായ ദി എലിഫന്റ് വിസ്പറേഴ്സ്, നമ്മുടെ വീട് ഒരു പൂങ്കാവനം എന്നിവ പ്രദർശിപ്പിച്ചു. ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും സന്തോഷം ഉള്ള ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ ഈ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ഏറ്റവും മഹത്വപൂർവ്വമായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ വരികയാണെങ്കിൽ നമ്മുടെ പഠനകാലത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്ന് നമുക്കൊരു സിനിമ കാണണമെങ്കിലൊക്കെ നമ്മൾ ഇപ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന നവീൻ ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ വിജയമാടാണെങ്കിലും ഭരതൻ സാറൊക്കെ അതിലും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു സിനിമ കാണാനായിട്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്ര ആസ്വാദന ശില്പശാലയാണ്. അതായത് ചലച്ചിത്രം അത് നമ്മൾ എന്താ പറയുക, നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകൾക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു വെറുതെ സമയം കളയാൻ വേണ്ടി കാണുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സിനിമ എത്രത്തോളം ആസ്വാദനമായിട്ട് നമ്മൾ ആ സിനിമയെ ആസ്വദിക്കണം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പിന്നിലുള്ള എത്രത്തോളം വലിയ എഫേർട്ടുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകളുടെ നമ്മുടെ ശീലങ്ങളെയൊക്കെ മാറ്റി ഉടയ്ക്കുന്ന സിനിമകളാണ് നമ്മൾ കാണേണ്ടത് എന്നൊക്കെയുള്ള ബോധ്യം വരുത്താൻ കൂടിയാണ് ഈ ഒരു പരിപാടി വയ്ക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷം ഇരിങ്ങാലക്കുട നഗരസഭാ തലത്തിലും അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതൻ മാഷാണെങ്കിലും നവീൻ ചേട്ടനാണെങ്കിലും അതിൻ്റെ മറ്റു ഭാരവാഹികളൊക്കെ എല്ലാ ആഴ്ചയിലും സിനിമ